തലസ്ഥാനത്തെ KSU ആക്രമണത്തിലും പോലീസ് അതിക്രമത്തിലും പ്രതിഷേധിച്ച സെക്രട്ടേറിയറ്റിലേക്ക് SFIയുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇന്നലത്തെ പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ SFI സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 7 തവണ ജലപീരങ്കി പ്രയോഗിച്ചാണ് വിദ്യാർത്ഥികളുടെ മാർച്ചിനെ പോലീസ് നേരിട്ടത്. വിശദമായ റിപ്പോർട്ടിലേക്ക്. കേരള സർവകലാശാല യൂണിയൻ വിജയത്തെ തുടർന്നുള്ള SFIയുടെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ ഇന്നലെ KSU പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടതോടെയാണ് സംഘർഷങ്ങൾക്ക് തുടക്കം. അക്രമകാരികളായ KSU പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിന് പകരം SFIക്കെതിരെയായിരുന്നു പോലീസിന്റെ നടപടി. SFI സംസ്ഥാന പ്രസിഡന്റ് P ശിവപ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരിക്കേറ്റു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇന്ന് സംസ്ഥാന വ്യാപകമായി SFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ചിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് 7 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നൂറുകണക്കിന് SFI പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടുത്തെ ആസ്ഥാനത്ത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉജ്ജ്വലമായ വിജയം ഞങ്ങൾ നേടിയെടുത്തു. ആ നേടിയെടുത്ത വിജയം ഈ സമൂഹവുമായി പങ്കുവെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിള്ളേരുകളുടെ ഒരു സരമാരി തന്നെ ഞങ്ങളുടെ ദേഹത്തേക്ക് പെയ്തിറങ്ങിയപ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചു. ആ പ്രതിരോധിച്ച ഞങ്ങളുടെ പ്രവർത്തകർക്ക് കിട്ടിയ സമ്മാനമാണ് ഇതാ എൻ്റെ പുറകിലിരിക്കുന്ന SFIയുടെ കേരള സംസ്ഥാന പ്രസിഡന്റിനെയും ബാലസംഘം സംസ്ഥാന സെക്രട്ടറിയുടെയും കൈതല്ലിയൊടിക്കുന്ന ഏറ്റവും വലിയ കിരാത കോൺഗ്രസ് ഗുണ്ടാ സംഘമായി ഇവർ മാറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. പരിക്കേറ്റ SFI സംസ്ഥാന പ്രസിഡന്റ് P ശിവപ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. സർവകലാശാല സംഘർഷത്തിൽ പോലീസ് SFIക്കെതിരെ ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് ശിവപ്രസാദ് കുറ്റപ്പെടുത്തി. നിങ്ങൾ സർവകലാശാലയിലിട്ട് SFIക്കാരനെ അടിക്കുമ്പോ അവൻ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമെന്നാണ് നീ വിചാരിച്ചതെങ്കിൽ ഗവൺമെന്റ്, UDF, KSUക്കാരാ, പോലീസുകാരാ സർവകലാശാലയിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിച്ച വിദ്യാർത്ഥികൾ ഇതാ അടിക്കാൻ ഉത്തരവിട്ടവന്റെ മൂക്കിന് താഴെ ഇന്ന് സംഘടിച്ചു വന്ന് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംഘർഷത്തിന് തുടക്കമിട്ട KSU പ്രവർത്തകരെ ഒഴിവാക്കി SFI പ്രവർത്തകർക്കെതിരെ മാത്രം കേസെടുത്ത പോലീസ് നടപടിയിലും പ്രതിഷേധം വ്യാപകമാവുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.